ഹലോ എവറി വൺ, എല്ലാവർക്കും 5ാം ക്ലാസ്സുകാരുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മൾ 5th ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി എടുക്കാനുള്ള 6th ചാപ്റ്റർ ആണ് വിത്ത് ദി ടൈംസ് അല്ലേ. നിങ്ങൾ ഓൾറെഡി 4th സ്റ്റാൻഡേർഡിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പാഠത്തിൽ പഠിക്കാനുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു സ്റ്റഡി ട്രിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ക്ലോക്കിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ഒരു 1 ഡേ ട്രിപ്പ് ഒരു കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ 1 ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 6 മണിക്കാണ് രാവിലെ. പിന്നെ 9 മണിക്ക് തിരിച്ചെത്തി. ഇനി അവരുടെ മറ്റ് സമയങ്ങളൊക്കെ എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ നോക്കൂ. ഇത് ക്ലോക്ക് വരയ്ക്കാനാണ്. ടൈം ദേ സ്റ്റാർട്ടഡ്. അപ്പൊ ഇത് ശരിക്കും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഡയറക്റ്റായി കൊടുക്കാനുള്ള കാരണം ഇത് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് വേഗം നിങ്ങൾ എന്ത് സമയം പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നോക്കിയേ, എത്രയാണ് ടൈം ദേ സ്റ്റാർട്ടഡ്, എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്ത സമയം? ഇത് 6 ആണ് അല്ലെ, 6 മണിക്കാണ് സമയം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ തീരുമാനിച്ചത് യെസ്, മണിക്കൂർ സൂചി ഹവർ ഹാൻഡ് 6ലേക്കാണ്. ആൻഡ് മിനിറ്റ് ഹാൻഡ്, മിനിറ്റ് സൂചി എങ്ങോട്ടാണ്? 12ലേക്കാണ്. അതുകൊണ്ട് 6 മണിയാണ് അല്ലെ, പഠിച്ചതല്ലേ. ഓക്കെ, അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് സമയം 8 മണിയാണ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരച്ചു ചേർക്കണം 8 മണി. അപ്പൊ ഹവർ ഹാൻഡ് 8ലും പിന്നെ മിനിറ്റ് ഹാൻഡ് 12ലും എത്തണം അല്ലെ. നോക്കാം നമുക്ക്. ഹവർ ഹാൻഡ് 8ലും മിനിറ്റ് ഹാൻഡ് 12ലും. ഓക്കെ, ദെൻ അടുത്തതാണ് സൂ വിസിറ്റ് 8:30 ആണ്. സൂവിലേക്ക് പോയപ്പോഴാണ് 8:30, 8:30 അപ്പൊ 8:30 ആയതുകൊണ്ട് ഒരു കുറച്ച് ശകലം നമുക്ക് എന്ത് ചെയ്യാം, 8ന്റെ നമുക്ക് കുറച്ചൊന്ന് വിടാം. പിന്നെ 8:30 ഇതാ 8:30. അതെങ്ങനെ കിട്ടുക? യെസ്, ഇത് 5 8 5, ഇത് 8:10, ഇത് 8:15, 8:15 8:15, ഇത് 8:20, ഇത് 8:25, 8:30, 8:35, 8:40, 8:45, 8:50, 8:55, പിന്നെ 8:60 അല്ലെങ്കിൽ പിന്നെ 9 മണി പറയാറുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് ആ ഒരു കാര്യം. കോളേജിൽ പഠിച്ചത് കൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറയാനുള്ള കാരണം കേട്ടോ. ഓക്കെ, അടുത്ത ലഞ്ച് 1:30 ആണ്. 1:30ക്കാണ് ലഞ്ച് ഉള്ളത്. അപ്പോൾ ഒന്നും ജസ്റ്റ് ഒന്ന് വിടണം, കാരണം കറക്റ്റ് 1 വരയ്ക്കരുത്. കുറച്ചൊന്ന് 1 വിടുക കേട്ടോ. സോറി. ദെൻ പ്ലാനറ്റോറിയം ക്ലോക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. പ്ലാനറ്റോറിയം എത്ര മണിക്കാണ്? 2 മണിക്കാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്ലാനറ്റോറിയം. ദെൻ നോക്കൂ, ബീച്ചിലെത്തിയത് 5 5 മണിക്കാണ് ബീച്ചിലെത്തിയത്. 5 5 മണിക്കാണ് ബീച്ചിലെത്തിയത്. ദെൻ നെക്സ്റ്റ് വൺ, ടൈം ദേ റീച്ച്ഡ് ബാക്ക്. തിരിച്ചെത്തിയത് 9 മണിക്കാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ട്. 9 മണിക്കാണ് അവർ തിരിച്ചെത്തിയത്. ടൈം ദേ റീച്ച്ഡ് ബാക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിൽ ഹാൻഡ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു ക്ലോക്കിനകത്ത് ഉണ്ടാകുന്ന ക്ലോക്ക് ഹാൻഡ്സിന്റെ എണ്ണം 3ആണ്. പക്ഷെ ഇതിലൊരു സമയം തീരുമാനിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് യെസ് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. പിന്നെ നമ്പേഴ്സ് ആവശ്യമുണ്ടോ? നമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത ക്ലോക്ക് ഇപ്പോൾ കാണുന്നില്ലേ. ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് മാത്രമായിട്ട് നമ്പർ ഒന്നും കാണിക്കാതെ അങ്ങനെ ഹാൻഡ്സ് മാത്രം കാണിക്കുന്ന ക്ലോക്കുകളും ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോക്ക്സ് ഉണ്ട്. അപ്പോൾ ഒരു ക്ലോക്കിനകത്ത് കാണുന്ന ഹാൻഡ്സിന്റെ എണ്ണമാണ് പറഞ്ഞത് 3 ആണ്. ഇത് മിനിറ്റ് ഹാൻഡ് ആണ്, മിനിറ്റ് സൂചിയാണ്, നീളത്തിലുള്ളതാണ് മിനിറ്റ് ഹാൻഡ്, മിനിറ്റ് സൂചി. അടുത്താണ് ഹവർ ഹാൻഡ്, മണിക്കൂർ സൂചി. അടുത്ത് വളരെ ഫാസ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഹാൻഡ്, സെക്കൻഡ് സൂചി. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഹാൻഡ്സ് ആണ്. ഹവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ കുട്ടികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ റിപ്ലൈ ചെയ്തത്, കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയും ഒരു കോൺഫിഡൻസോടാണ് അത്രയും സ്പീഡിൽ പോകുന്നത്. ക്ലോക്കിനകത്ത് കാണുന്ന 3 ഹാൻഡ്സ് ആണ് മിനിറ്റ് ഹാൻഡ്, ഹവർ ഹാൻഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, then look at this picture. How many hands does it have? എത്ര ഹാൻഡ്സ് ഉണ്ട്? 3 ഹാൻഡ്സ് ഉണ്ട്. വാട്ട് ഡസ് ഈച്ച് ഹാൻഡ് റെപ്രസെന്റ്? എന്താണ് ഓരോ ഹാൻഡും കാണിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ദെൻ നെക്സ്റ്റ്, വിച്ച് ഹാൻഡ് ടേൺസ് ദി ഫാസ്റ്റസ്റ്റ്? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ടേൺ ചെയ്യുന്ന സൂചി ഏതാണ്? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും, ഒരു ക്ലോക്ക് എടുത്താൽ കാണാൻ പറ്റും. സെക്കൻഡ് ഹാൻഡ് ആണ്, സെക്കൻഡ് സൂചിയാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ടേൺ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ? ഹൗ മച്ച് ടൈം, എത്ര സമയം എടുക്കും ടു ടേക്ക് കംപ്ലീറ്റ്, ഒരു കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് 1 റൊട്ടേഷൻ? അതായത് ഇവിടെ തുടങ്ങി ഇങ്ങനെ റൊട്ടേഷൻ, അതായത്
അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഇതാ സെക്കൻഡ് സൂചി ഇപ്പോൾ 7ലാണ് നിൽക്കുന്നത്. ഈ 7ൽ നിന്നിട്ട് അടുത്ത 7ലേക്ക് തന്നെ എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്കറിയാം. സെക്കൻഡ് സൂചി ഓരോ സെക്കൻഡ് കാണിക്കുന്നില്ലേ. അപ്പോൾ ഓരോ സെക്കൻഡ് കാണിക്കുമ്പോൾ ടോട്ടൽ 60 സെക്കൻഡ്സ് ഉണ്ട് ഒരു മിനിറ്റിനകത്ത്. അപ്പോൾ ഇതാ ഇവിടെ തുടങ്ങി ഇവിടെ തന്നെ എത്താൻ അതെടുക്കുന്ന സമയമാണ് 60 സെക്കൻഡ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം 1 മിനിറ്റ് എന്ന് പറയാം. 60 സെക്കൻഡ് സമയം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ആണ് അല്ലെങ്കിൽ 60 സെക്കൻഡ് ആണ്. സെക്കൻഡ് സൂചി ശ്രദ്ധിക്കണം കേട്ടോ. സെക്കൻഡ് സൂചി അവിടെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എത്തേണ്ട സമയം 60 സെക്കൻഡ്സ് ആണ്. ഹൗ മച്ച് ടൈം ഡസ് ദി മിനിറ്റ് ഹാൻഡ് ടേക്ക് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിറ്റ് ഹാൻഡ് നോക്കി. മിനിറ്റ് ഹാൻഡ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നില്ലേ, ഇതാണ് മിനിറ്റ് ഹാൻഡ്. ഈ മിനിറ്റ് ഹാൻഡ് ഇവിടെ അങ്ങോട്ട് പോയി ഇങ്ങനെ പോയി തിരിച്ച് ഇറ്റുവലവിൽ തന്നെ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിനിറ്റ് ഹാൻഡ് ഇവിടെ എത്തി 3:05 ആയി, 3:10 ആയി, 3:15, 3:20, 3:25, 3:30, 3:35, 3:40, 3:45, 3:50, 3:55. പിന്നെ ഇവിടെ എത്തണം. ഇവിടെ എത്തുമ്പോഴേക്കും ആ സമയം എത്ര ആയിട്ടുണ്ടാവും? 4 മണി ആയിട്ടുണ്ടാവും. അപ്പം 4 മണി ആവണമെന്നുണ്ടെങ്കിൽ ഈ 3 മണിയിൽ നിന്ന് 4 മണിയിലേക്ക് എത്താൻ 3 മണി ഇപ്പോൾ കാണിക്കുന്നില്ലേ, ഒരു എക്സാമ്പിൾ ആണേ. അപ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. മിനിറ്റ് ഹാൻഡിനാണെങ്കിൽ ഇറ്റ് ടേക്ക് 60 മിനിറ്റ്സ്, 60 മിനിറ്റ് സമയം എടുക്കും, അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം എടുക്കും. 1 മണിക്കൂർ അവിടെ നോക്കി നെക്സ്റ്റ് കാണിച്ചില്ലേ. അപ്പോൾ സമയം എത്ര? ഇപ്പോൾ 3 o'clock ആണ്. ഈ 3 o'clock ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കും? 1 മണിക്കൂർ സമയം എടുക്കും അല്ലേ. കാരണം ഒന്നുകൂടി പറയാം, 3:05, 3:10, 3:15, 3:20, 3:25, 3:30, 3:35, 3:40, 3:45, 3:50, 3:55. ഇനി ഇവിടെ എത്തണം, തിരിച്ച് ഇവിടെ എത്തണം. ഇവിടെ എത്തുമ്പോൾ ആ സമയം 4 മണി ആയിട്ടുണ്ടാവും അല്ലേ. 4 മണി കിട്ടും. 4 മണി പറഞ്ഞാൽ 3 മണി 4 മണി എത്ര സമയത്ത് എടുക്കും? 1 hour സമയം എടുക്കും. ഓക്കെ, ഇവിടെ നമ്മൾ 8 ഉണ്ട്, 16 minutes or 1 hour. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദി ഹവർ ഹാൻഡ്? അതായത് ഹവർ ഹാൻഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നത്? ഇപ്പം നോക്കിയേ, ഹവർ ഹാൻഡ് ഇപ്പോൾ 3 o'clock നിൽക്കുന്നത്. 3 o'clock തിരിച്ച് ഈ ഹവർ ഹാൻഡ് ഇങ്ങനെ പോയി ഇതാ 4-ലെത്തി, 5, 6, 7, 8, 9, 10, 11, 12, 1, 2, 3 ഇവിടെ തന്നെ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. അപ്പം ആലോചിച്ച് നോക്കിയേ, ഇതാ 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 12 മണിക്കൂർ സമയം എടുക്കും നമ്മുടെ ഹവർ ഹാൻഡിൻ്റെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആകാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ ഹവർ ഹാൻഡിൻ്റെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇറ്റ് ടേക്സ് 12 hours. 12 hours. അപ്പോൾ ഇവിടെ ഈ ബോക്സിനകത്ത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സ്റ്റാർ ഇട്ട് വയ്ക്കുക, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കൂ കേട്ടോ. നോക്കോളൂ, സെക്കൻഡ് ഹാൻഡിൻ്റെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇറ്റ് ടേക്സ് 1 minute അല്ലെങ്കിൽ 60 seconds. മിനിറ്റ് ഹാൻഡിൻ്റെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇറ്റ് ടേക്സ് 1 hour or 60 minutes. ഹവർ ഹാൻഡിൻ്റെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇറ്റ് ടേക്സ് 12 hours. ഓക്കെ.